കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിതരണം പാലക്കാട്ടും തുടങ്ങി. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ നൽകുന്ന അരി വാങ്ങാൻ നിരവധി പേരെത്തി. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ വഴിയാണ് ഭാരത് അരി കേന്ദ്ര സർക്കാർ പാലക്കാടും വിതരണത്തിനെത്തിച്ചത്. അരി വിതരണം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോയിലെ വിലവർധനവും ഭക്ഷ്യവിതരണത്തിലെ പോരായ്മകളും കാരണം പൊറുതിമുട്ടിയിരിക്കുന്ന മലയാളികൾക്ക് ഭാരത് റൈസ് ആശ്വാസമായിരിക്കുമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്കുള്ള ഒരു സഹായം, ഒരു കൈത്താങ്ങാണ് മോദി സർക്കാർ നൽകുന്നത്. അതേസമയം ആയിരക്കണക്കിന് ആളുകളാണ് ഭാരത് റൈസ് വാങ്ങാനെത്തിയത്. സപ്ലൈകോയിൽ മാസക്കണക്കായി അരി കിട്ടിയിട്ട് അരിയും ഒരു സാധനങ്ങളും കിട്ടാറില്ല. അപ്പോൾ ഇതെങ്കിലും നമുക്കൊരു ഉപകാരമാവും എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ 8 മണിക്ക് വന്ന് ക്യൂ നിൽക്കാൻ തുടങ്ങിയത്. ഇത് സപ്ലൈകോയിൽ ഇപ്പം 43 രൂപയൊക്കെയാണ് ഇപ്പോഴത്തെ ഉള്ള നിലവിലുള്ളത്. അപ്പം അവിടെ അരിയും ഇല്ല. എന്നാൽ സപ്ലൈകോ 24 രൂപയ്ക്ക് കൊടുത്തിരുന്ന അരി 29 രൂപയ്ക്ക് കൊടുത്ത കേന്ദ്ര സർക്കാർ ജനങ്ങളെ ശിക്ഷിക്കുകയാണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. 23.5 രൂപയ്ക്ക് കൊടുത്തിരുന്ന അരിയാണ് നമ്മൾ 29 രൂപയ്ക്ക് മലയാളി വാങ്ങാൻ നിർബന്ധിതമാകുന്നത്. അതേ FCL നിന്നാണ് ഭാരത് അരി മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അത് 29 രൂപയ്ക്ക് ജനങ്ങൾക്ക് കൊടുത്ത് ശിക്ഷിക്കണമോ? വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഭാരത് അരിയുടെ വിതരണം ആരംഭിക്കാനാണ് NCCF-ന്റെ തീരുമാനം. റിപ്പോർട്ടർ, പാലക്കാട്.